നമസ്കാരം. ലോക സംസ്കാരങ്ങളിടയിൽ എന്നും ഒരു വിസ്മയമായി നിലനിൽക്കുന്നു ആദിമ യഹൂദ സംസ്കാരം. ആദിമ യഹൂദ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്നു ജ്ഞാനായ സമൂഹം ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ. AD 345 കേരളക്കരയിൽ കുടിയേറിയ ജ്ഞാനായ സമൂഹം ഇന്ന് 2013 ആയപ്പോൾ UK-യിൽ നിറഞ്ഞു നിൽക്കുന്നു. UK-യിലെ ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ സാഹോദര്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി 2003 രൂപം കൊണ്ട UKKC എന്ന പ്രസ്ഥാനം നമ്മുടെ സിരകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ UKKC എന്ന സംഘടനയ്ക്ക് ഊടും പാവും നൽകിയ UKKCയുടെ മുൻ നേതൃത്വനിരയെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിൻ്റെ മുൻ സാരഥികളായിരുന്ന ശ്രീമാൻ റെജി മടത്തുരേട്ട്, സിറിൽ കൈതവരിൽ, സിറിൽ പടപുരയ്ക്കൻ, ഐൻസ്റ്റീൻ വാലയിൽ നിലവിലുള്ള പ്രസിഡന്റ് ശ്രീമാൻ ലേവി പടപുരയ്ക്കൻ എന്നിവരെയും എന്നിവരുടെ കമ്മിറ്റി അംഗങ്ങളെയും നാഷണൽ കൗൺസിലിനെയും പ്രത്യേകം പ്രശംസിക്കുന്നു. 2014-2016 ഇലക്ഷൻ നമ്മുടെ പടിവാതിൽ വന്ന് മുട്ടി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോധയിൽ ചുറുചുറുക്കും കർമ്മശേഷിയുമുള്ള പല സ്ഥാനാർത്ഥികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അവസരത്തിൽ അപൂർവത്തിൽ അത്യപൂർവമായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടാം. എന്നാൽ അതിനു മുമ്പ് മാന്യപ്രേക്ഷകരുടെ ഒരു വാക്ക്. ഇതൊരു പൊറോട്ട് നാടകമാണ് എന്ന ഒരു അപവാദം ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. UK-യിലുള്ള ജ്ഞാനായ സഹോദരങ്ങളുടെ മനസ്സിൽ ഊറി വന്ന ചോദ്യങ്ങൾ സ്ഫുടം ചെയ്തെടുത്താണ് ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുക. ഒരു അപൂർവ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താനൊരു ശ്രമം. അതിനായി ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നീറിക്കാടുകാരുടെ തോമാച്ചൻ, സുഹൃത്തുക്കളുടെ തോമസ് ഏട്ടൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തോമസ് ജോസഫ്. നമസ്കാരം തോമസേട്ടാ. നമസ്കാരം. ഇലക്ഷൻ ചൂടിന്റെ ആവേശത്തിലാണ് തോമസേട്ടൻ തോന്നുന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഇത്തവണ UKKCയുടെ ഒരു ഇലക്ഷന്റെ ചൂടിൽ തന്നെയാണ്. എനിക്കത് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. തോമസേട്ട മാന്യ പ്രേക്ഷകർക്കും സ്വയം പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും ആദ്യമായിട്ട് UKKCയുടെ ഇലക്ഷൻ അടുത്തു വന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന് ആദ്യമായി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. എൻ്റെ പേര് തോമസ് ജോസഫ് തൊണ്ടന്മാവങ്കൽ. വീട് നേറിക്കാട് ലൂർദ് മാതാപ്പള്ളിയുടെ വകയാണ്. എൻ്റെ ഭാര്യയുടെ പേര് റെജി. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. UK-യിലെത്തുന്നതിന് മുമ്പ് ഏതാണ്ട് 16 വർഷക്കാലത്തോളം, അതായത് 2001 വരെ ദുബായിൽ ഒരു അമേരിക്കൻ ഓയിൽ കമ്പനിയിൽ ഞാൻ മെറ്റീരിയൽ കൺട്രോളറായിട്ടും അതിനുശേഷം ക്വാളിറ്റി കൺട്രോളറായിട്ടും ജോലി നോക്കി വരികയായിരുന്നു. 2001 അവസാനം ഞാൻ UK-യിലേക്ക് കുടിയേറുകയും അതാദ്യമായി എത്തിയത് നോർവിച്ചിലായിരുന്നു. പിന്നെ ഏതാണ്ട് 1 വർഷക്കാലത്തിന് ശേഷം ഞാൻ ബ്രിസ്റ്റോളിലേക്ക് ട്രാൻസ്ഫറായി. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് 1 LGV ഡ്രൈവറായി ജോലി നോക്കുന്നു. തോമസേട്ടൻ അമേരിക്കൻ കമ്പനിയിലെ ക്വാളിറ്റി കൺട്രോളാണെന്ന് പറഞ്ഞു. ഈ ഒരു ക്വാളിറ്റി സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സ്വാഭാവികമായി മലയാളികൾ കുടിയേറുന്ന സ്ഥലങ്ങളിലെല്ലാം ആദ്യമായി രൂപം പ്രാപിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സാംസ്കാരിക മേഖലയിൽ പൊതുവായി അവർക്കൊരു അസോസിയേഷൻ. രണ്ടാമത്തെ കാര്യം, അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു സാമുദായിക സംഘടന. ഇത് രണ്ടും യഥേഷ്ടമുള്ള ഒരു സ്ഥലമാണ് ബ്രിസ്റ്റോളും. സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തെ കാലമായി ബ്രിസ്റ്റോളിലെ അസോസിയേഷനുകളുടെ വളർച്ചയ്ക്ക് നിർണായകമായ ഒരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ചില സംഘടനകളുടെ ഒരു സ്ഥാപകരിൽ ഒരാളും കൂടിയാണ് ഞാൻ. രണ്ടാമതായി, സാമുദായിക സംഘടനകളെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിസ്റ്റോളിലെ കത്തോലിക്ക സമുദായം ഏതാണ്ട് 300ഓളം കുടുംബങ്ങളുള്ള ഒരു വലിയ സമൂഹം തന്നെയാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി വളരെയധികം സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഉദാഹരണത്തിന് 2 വർഷക്കാലം
ഞാനതിൻ്റെ കാറ്റഗിസ് അധ്യാപകനായിരുന്നു. 2 വർഷക്കാലം ഞാനതിൻ്റെ പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു. പിന്നീട് 2008 യുവജനങ്ങൾക്ക് വേണ്ടി സെയിൻറ്റ് തോമസ് യൂത്ത് ലീഗ് എന്ന പേരിൽ യുവജന സംഘടന ഞാൻ ആരംഭിക്കുകയും 2012 വരെ ഇടയ്ക്കൊന്ന് ചോദിച്ചോ, 2008 ആരംഭിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെയാണോ ഈ സെന്റ് തോമസ് യൂത്ത് ലീഗിന്റെ തുടക്കം? UK മൊത്തം എന്നുള്ള യൂത്ത് ലീഗ് തന്നെയാണോ ഈ പറഞ്ഞിരിക്കുന്നത്? അതങ്ങനെയല്ല, ബ്രിസ്റ്റോളിലെ കത്തോലിക്ക സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂത്ത് ലീഗാണ്. ഞാൻ പറഞ്ഞല്ലോ 300ഓളം കുടുംബങ്ങളുള്ള ഒരു വലിയ സമൂഹമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിരവധി യുവജനങ്ങൾ, ഏതാണ്ട് 60-65ഓളം യുവജനങ്ങൾ ഉണ്ടായിരുന്നെന്ന്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു യുവജന സംഘടന രൂപീകരിക്കുകയും 2012 വരെ ഞാൻ അതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തതാണ്. ഈ കാലയളവിലെല്ലാം നിരവധി ഇവരുടെ യുവജന ശാക്തീകരണത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ, അവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പുകൾ, സെമിനാറുകൾ, ചർച്ചാ ക്ലാസ്സുകൾ, ധ്യാനങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് എടുത്തു പറയുവാൻ അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം, 2009 ഞാൻ ഞങ്ങളുടെ ബ്രിസ്റ്റോൾ സെൻറ്റ് തോമസ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ബ്രിസ്റ്റോളിൽ ഞാനൊരു എക്യുമെനിക്കൽ മീറ്റ് നടത്തുകയുണ്ടായി. എക്യുമെനിക്കൽ മീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാനപരമായി അവരുടെ മാതാപിതാക്കൾ ഏതാണോ ആ ഒരു റിലീജിയനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സമുദായത്തെ പറ്റി മാത്രമുള്ള ബേസിക് നോളജേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതുപോലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അവർക്ക് മറ്റ് ഇതര ക്രൈസ്തവ സമുദായങ്ങളെ പറ്റി ഒരു ബേസിക് നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവരെ പറ്റി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മർത്തോമായ സഭ, ഈ സമൂഹങ്ങളിലെ എല്ലായിടത്തെയും വൈദികരെയും അവിടുത്തെ യുവജനങ്ങളെയും ഒരേ വേദിയിൽ അണിനിരത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയൊരു വിജയമായി ഞാൻ കാണുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തോമസ് ചേട്ടൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെയധികം അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ 2014-2016 ഇലക്ഷൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഗ്രാനായ സമൂഹത്തിന് വേണ്ടിയിട്ട് തോമസ് ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ എത്തരത്തിലുള്ളതായിരുന്നു? എന്തുമാത്രം ഫലവത്തായിട്ട് തോമസിന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ വളരെ അനുയോജ്യമായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ബ്രിസ്റ്റോളിലെ ഗ്രാനായ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ അതിൻ്റെ ഉത്ഭവത്തെ പറ്റി പറയണമല്ലോ. 2003 ജൂലൈ 13 അഭിവന്ദ്യ പിതാവ് മാർ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ അനുഗ്രഹാശീർവാദത്താൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് ബ്രിസ്റ്റോളിലെ ഗ്രാനായ അസോസിയേഷൻ. അതിന്ന് വെസ്റ്റേൺ സൂപ്പർ മേയർ ഉൾപ്പെടെ, അതായത് വെസ്റ്റേൺ സൂപ്പർ മേയറിൽ ഏതാണ്ട് ഒരു 6-7 ഫാമിലികളുണ്ട്. അത് ബ്രിസ്റ്റോളിൽ നിന്നൊരു 20ഓളം മൈൽ. അപ്പോൾ വെസ്റ്റേൺ സൂപ്പർ മേയർ ഉൾപ്പെടെ 60ഓളം ഫാമിലികളുമായി അനസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. 2006-2007 കാലയളവിൽ ഞാനിവിടുത്തെ ട്രഷററായിരുന്നു. 2500 വർഷത്തെ തനിമയുടെയും ഒരുമയുടെയും മഹത്തായ പാരമ്പര്യത്തെ പരിപാലനപരമായി കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ ചാലക ശക്തി എന്ന് പറയുന്നത് അതിലെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ശക്തി കൂടിയാണ്. തോമസ് ചേട്ടൻ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഗ്രാനായ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ തന്നെ തോമസ് ചേട്ടൻ ഈ വിശ്വാസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസവും പാരമ്പര്യവും എങ്ങനെ കോർത്തിണക്കണം എന്നുള്ളതാണ് തോമസ് ചേട്ടൻ്റെ ഒരു മനസ്സിലുള്ളൊരു ചിന്ത. വിശ്വാസവും പാരമ്പര്യവും എങ്ങനെ കോർത്തിണക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കോർത്തിണക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. കാരണം അത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി എല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ അനുഷ്ഠാനങ്ങളെല്ലാം വിശ്വാസത്തിലൂന്നിയുള്ള അനുഷ്ഠാനങ്ങളാണ്.
അതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നത്. ചുരുക്കത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പാരമ്പര്യത്തിലേ നിലനിൽപ്പുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിൻ്റെ ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൂടെയാണ് ഞങ്ങൾ ബ്രിസ്റ്റോൾ സമൂഹം കടന്നു പോകുന്നതെന്നുള്ള എൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം അതിൽ ഒരു പരിധി വരെ എനിക്കും ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്വാധീനം ചെലുത്താൻ ചെലുത്തിയിട്ടുള്ളതാണ് സത്യാവസ്ഥ. തോമസ് ചേട്ടന് പറഞ്ഞ ഇപ്പോഴത്തെ ഞാൻ വിശ്വാസത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും പറഞ്ഞത് വളരെ ഒരു തൃപ്തികരമായൊരു മറുപടിയാണ്. കാരണം പല തലങ്ങളിലും ഒരു ഉയർത്തപ്പെടുന്ന ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഈ വിശ്വാസവും പാരമ്പര്യവും എങ്ങനെ പുറത്തിണക്കി മുമ്പോട്ട് പോകണം. ഗ്രാനായക്കാരനായാൽ മതി, വിശ്വാസം വേണ്ട. അത് ആ ഒരു നിലപാടിനോട് ഭൂരിഭാഗം ആൾക്കാരും ഭൂരിഭാഗം ഗ്രാനായക്കാരും അല്ലെങ്കിൽ വിശ്വാസികളും യോജിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ആനുകാലികമായിട്ട് ഉയർന്നു വരുന്ന ആനുകാലികമായിട്ടുള്ള ഒരു ചോദ്യം, ഒരു ആനുകാലിക പ്രസക്തമായ ഒരു ചോദ്യം തോമസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 2014, 2016 ഇലക്ഷൻ വരുന്നു. തോമസ് ചേട്ടൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ തോമസ് ചേട്ടൻ സ്വയം വിലയിരുത്തുമ്പോൾ തോമസ് ചേട്ടനെ കുറിച്ച് എന്താണ് ഈ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത എന്ന് തോമസ് ചേട്ടൻ സ്വയം വിലയിരുത്തുന്നത്? നല്ല ചോദ്യം തന്നെയാണ്. അതിനെനിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. കാരണം വ്യക്തമായ മറുപടിയാണ് ഞങ്ങൾക്ക് ആവശ്യം. തീർച്ചയായിട്ടും ഞാനത് തരാൻ തയ്യാറുമാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിസ്റ്റോൾ ക്നാനായ അസോസിയേഷനിൽ എൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ വലുത് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2006, 2007 കാലയളവിൽ ഞാൻ ഇവിടുത്തെ ട്രഷററായിരുന്നു. ഭാരവാഹി അല്ലായിരുന്ന കാലങ്ങളിലും എൻ്റെ സജീവ സാന്നിധ്യം ഞാനിവിടെ യൂണിറ്റുകളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഞാൻ ബ്രിസ്റ്റോൾ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഈ കാലയളവിലെല്ലാം നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി കർമ്മ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലെടുത്തു പറയേണ്ട കാര്യമാണത് ഞങ്ങളുടെ ദശാബ്ദി ആഘോഷം. പ്രൗഢോജ്വലമായ ഒരു ദശാബ്ദി ആഘോഷം തന്നെയാണ് ഞങ്ങൾ നടത്തിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ അതിനോടനുബന്ധിച്ച് നിങ്ങൾ നടത്തി എന്ന് പറയുന്നത് അത് ജനങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്നുള്ള റെസ്പോണ്ട് കൊണ്ട് മാത്രമാണ്. ജനങ്ങൾ അത് പ്രത്യേകിച്ച് ബ്രിസ്റ്റോളിലെ ജനങ്ങളുടെ കാര്യം മാത്രമല്ല, സമീപ യൂണിറ്റുകളിൽ നിന്നുള്ളവരുടെയും അതുപോലെ തന്നെ UKKC എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെയും പങ്കാളിത്തത്തോടുകൂടി, അതുപോലെ തന്നെ UK വൈദികരുടെ പങ്കാളിത്തത്തോടുകൂടി ഇത്രയും ബൃഹത്തായ ഒരു ദശാബ്ദി ആഘോഷം നടത്തിയപ്പോൾ അത് തീർച്ചയായിട്ടും ഈ കാലയളവിലെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എല്ലാം പരിണത ഫലമായിട്ടും കൂടി ആയിരിക്കണം ബ്രിസ്റ്റോളിലുള്ള ക്നാനായ കുടുംബാംഗങ്ങളുടെ ഒരു വിശ്വാസമാണ് അടുത്ത 2 വർഷത്തേക്കും കൂടി ഏകകണ്ഠമായി തന്നെ എല്ലാവിധ വിശ്വാസത്തോടും കൂടി തന്നെ അവർ വീണ്ടും എന്നോട് പ്രസിഡൻ്റ് ആവണമെന്ന് ആവശ്യപ്പെടുകയും വീണ്ടും ഞാൻ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. നിങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 വർഷക്കാലവും UKKCയുടെ നാഷണൽ കൗൺസിൽ സജീവമായി പങ്കെടുക്കുകയും അവിടുത്തെ ചർച്ചകളിലെല്ലാം ക്രിയാത്മകമായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ UKKCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ച ഒരാളാണ് ഞാൻ. ഇതൊക്കെ തന്നെയാണ് എന്നെ UKKCയുടെ പ്രസിഡൻ്റായി മത്സരിക്കുവാനും ആ പ്രസിഡൻ്റ് ആകുവാനുമുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തോമസ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ UKKC ഇലക്ഷനിൽ മത്സരിക്കുകയും തോമസ് ചേട്ടൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ ഈ സംഘടനയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണ് തോമസ് ചേട്ടൻ്റെ? UKKCയെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങളെ ഗാർഹിക സഭ എന്ന് പറയുന്നത് പോലെ UKKCയുടെ ഗാർഹിക സഭയാണ് നമ്മുടെ 49 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും UKKCയുടെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റുകളിലെ അല്ലെങ്കിൽ യൂണിറ്റുകൾക്കുള്ളിലുള്ള ഐക്യവും പരസ്പര വിശ്വാസവും ആ ബന്ധത്തിലൂടെയുള്ള പരസ്പര വിശ്വാസത്തിലൂന്നിയ ഊഷ്മളതയുമാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായി എൻ്റെ പരിഗണനയിലുള്ള വിഷയം UKKCയുടെ പ്രസിഡൻ്റായാൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ നിന്നുകൊണ്ട് UKKCക്ക് വളരുവാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു അനൈക്യം ഏതെങ്കിലും യൂണിറ്റുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതാക്കുവാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. യൂണിറ്റുകളിലെ ഐക്യമാണ് ആദ്യം ലക്ഷ്യമെടുത്തത്. തീർച്ചയായിട്ടും യൂണിറ്റുകളിൽ ഐക്യമില്ലെന്നുണ്ടെങ്കിൽ UKKCയുടെ വളർച്ചയ്ക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ റീജിയണൽ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം ഈ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കമ്മിറ്റി അതിന് വ്യക്തമായ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമാണ്. ശരിയാണ്. ആ കമ്മിറ്റിയിൽ ഞാൻ മെമ്പറായിരുന്നു. രേണുവിന് അറിയാവുന്ന കാര്യമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡ് പ്രകാരം ആ റീജിയണൽ സ്ട്രക്ചർ അനുസരിച്ച് റീജിയനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള അടുത്ത ഒരു അജണ്ട. കാരണം ഇന്ന് നമുക്കറിയാവുന്നതുപോലെ പല യൂണിറ്റുകളും വളരെ ചെറിയ യൂണിറ്റുകളായി നിലനിൽക്കുന്നു. അവർക്ക് ഒരു കലോത്സവങ്ങൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിന് ഒക്കെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, അംഗബലം കൊണ്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ആ അവസരത്തിൽ ആ റീജിയനിൽപ്പെട്ട കുടുംബങ്ങളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട്, യൂണിറ്റുകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് കലോത്സവങ്ങൾ, സെമിനാറുകൾ, നമ്മുടെ ജ്ഞാനായ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇതെല്ലാം നടത്തി നമ്മുടെ കുട്ടികളിലേക്ക് അടുത്ത തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും കൈമാറാനുള്ള ഒരു എളുപ്പ വഴിയായാണ് ഞാൻ റീജിയണൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ കാണുന്നത്. മൂന്നാമതായി നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കഴിവുകളും സ്വപ്നങ്ങളും വിദ്യാഭ്യാസവും ഒക്കെയുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യുവതലമുറയാണ് നമുക്കുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് UKKCVL രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. കാരണം വളരെ നല്ല രീതിയിലാണ് UKKCVL മുന്നോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ UKKCVLലെ മുതിർന്ന കുട്ടികളെ UKKCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാക്കിക്കൊണ്ട് അവർക്കുതകുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ചില എന്താ പറയുന്ന ടിപ്പിക്കൽ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം അവർക്ക് അവരുടേതായ സ്റ്റൈൽ, അവരിവിടെ വളരുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു രീതിയിൽ അവർക്കുതകുന്ന രീതിയിൽ UKKCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാക്കിക്കൊണ്ട് അടുത്ത ഒരു നേതൃത്വ നിരയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഒരു പരിശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസവും. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, UKKCയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം നമുക്ക് ഏതാണ്ട് 1500ഓളം കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ UKKCയായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുന്നവരും അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പറ്റാത്തതുമായ ഏതാണ്ട് ഒരു 200ഓളം കുടുംബങ്ങൾ UK-യിലും സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ അയർലൻഡിലുമായിട്ട് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 1700ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മുടെ പാസ്റ്റൽ കെയറിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നിലവിലുള്ളത് 2 വൈദികരേ ഉള്ളൂ. ഒന്ന് സജി മലയിൽ പുത്തമ്പലയച്ചൻ, രണ്ടാമത്തത് സജി തോട്ടത്തിലച്ചൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. കാരണം അവർക്ക് തിരക്കുകൾ അവർ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ചാപ്പലിനായിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ 1700 കുടുംബങ്ങളുടെ പാസ്റ്റൽ കെയറിന് വേണ്ടിയിട്ട് സാധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം റീജിയണൽ വൈസിൽ ഒരു ഏരിയ തിരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ മിഡ്ലാൻഡ് ഏരിയയിലെങ്ങും ഒരു ജ്ഞാനായ വൈദികൻ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരും UK-യിലുള്ള വൈദികരും നിലവിലുള്ള വൈദികരും ഒക്കെ ആയിട്ട് ആലോചിച്ച്
അതിനു വേണ്ട ഒരു നടപടികൾക്ക് തുടക്കം കുറിക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയിലൊന്നാണ്. അടുത്ത എൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, അമേരിക്ക, അയർലൻഡ് മുതലായ രാജ്യങ്ങളിലെ നമ്മുടെ ക്നാനായ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായി അവിടെ ക്നാനായ മിഷൻ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ നമ്മളിവിടെ 1700ഓളം കുടുംബങ്ങളുണ്ട്. എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒന്നായിക്കൂടാ? അതുകൊണ്ട് തീർച്ചയായും ഇതെൻ്റെ ഒരു വലിയ സ്വപ്നം തന്നെയാണ്. UK ക്നാനായ സമുദായക്കാർക്ക് മാത്രമായി ഒരു ക്നാനായ മിഷനും അതുപോലെ തന്നെ UKKCAക്ക് ഒരാസ്ഥാനവും. തീർച്ചയായും എന്നെ UKKCAയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഈ കാലയളവിൽ തന്നെ അത് പൂർണ്ണമാണെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും നമ്മുടെ സഭാപിതാക്കന്മാരും ഇവിടുത്തെ ക്നാനായ വൈദികരുമായി ആലോചിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്നാനായ മിഷൻ എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്, അതോ രണ്ടും കൂടെ കൂടിയാണ്? ക്നാനായ മിഷനും വേണം, അതുപോലെ തന്നെ UKKCAക്ക് ആസ്ഥാനവും വേണം. ഇത് രണ്ടും വേണം. പക്ഷെ ഇതെല്ലാം ഇന്നും നാളെ അത് സംഭവിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇതിനെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് തരണം ചെയ്യണം. അതിൻ്റെ തുടക്കം നമ്മൾക്ക് ഇപ്പോൾ കുറിച്ച് വെച്ചെങ്കിലേ, അതിൻ്റെ തുടക്കം നമ്മൾ ഇപ്പം തുടങ്ങി വെച്ചെങ്കിലേ നാളെ നമുക്ക് സാധ്യമാവുള്ളൂ. അതൊരുപക്ഷെ എൻ്റെ കാലയളവിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രസിഡന്റ് ആയാൽ എൻ്റെ കാലയളവിൽ നടക്കണമെന്ന് നിർബന്ധമില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നടപ്പാക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികളും മറ്റ് നാഷണൽ കൗൺസിൽ മെമ്പർമാരും ഒക്കെയായി കൂടിയാലോചിച്ചും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും നടപ്പാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞതിപ്പം ഒരു കാര്യം പ്രത്യേകം തോമസേട്ടൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താനല്ല, ഞാൻ തോമസേട്ടൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. UK ക്നാനായ യാക്കോബക്കാരെയും കൂടെ UKKCAക്കകത്ത് പങ്കുചേർക്കണമെന്നല്ല, അവരെയും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പരിപാടികൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് തോമസേട്ടൻ ചില നിർദ്ദേശങ്ങൾ പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് തോമസേട്ടൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും 1653 നമ്മുടെ കൂനംകുരിശ് സത്യത്തോടുകൂടി ആശയപരമായ ഒരു ഭിന്നിപ്പ് നമ്മുടെ ക്നാനായ സമുദായത്തിൽ ഉണ്ടായെങ്കിലും തീർച്ചയായിട്ടും അവരുടെ നമ്മുടെയും കൂടെ രക്തത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പങ്കെടുപ്പിക്കാവുന്ന മേഖലകളിലെല്ലാം, പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിൽ പങ്കെടുപ്പിക്കാവുന്ന മേഖലകളിലെല്ലാം അവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഞാനതിനകത്ത് ആരെയും ഫോഴ്സ് ചെയ്യില്ല. അത് തോമസേട്ടൻ ഈ പറഞ്ഞ നിർദ്ദേശം പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഞാനിത് പല മേഖലകളിൽ ചർച്ച ചെയ്തപ്പം ക്നാനായക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം വെച്ചാണ് ക്നാനായക്കാർ. അവർ പാരമ്പര്യം വെച്ച് അവർ ക്നാനായക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് വേണ്ടൊരു സഹകരണം UKKCAക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു ഒരു വിമർശനമല്ല, ഒരു ബുദ്ധിമുട്ട് പല മേഖലകളിലും പറയുന്നത് ഞാൻ കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഞാൻ ഇന്നലെയും പറയാൻ തുടങ്ങിയ ഒരു കാര്യമല്ല, വളരെ കാലം മുമ്പ് തന്നെ എൻ്റെ ഒരു ആശയം തന്നെയാണ്. അതായത് പറ്റുന്ന മേഖലകളിൽ അവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട്, കാരണം അതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കും കൂടെ ഉള്ളതാണ്. തോമസേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ സിനിമയിലൊക്കെ പറയുന്നത് വളരെ മോഹന സുന്ദരമായിട്ട് എനിക്ക് തോന്നി. ഇത് നടപ്പിലായി കഴിഞ്ഞാൽ UKKCAയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് പോകും. പക്ഷേ ഇത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ഞങ്ങളെപ്പോലുള്ള സാധാരണ ക്നാനായക്കാർ നിരാശരാകുകയും ചെയ്താൽ, അല്ലെങ്കിൽ തോമസേട്ടൻ നിരാശരാക്കിയാൽ, അതിനോടെക്കുറിച്ച് തോമസേട്ടൻ എന്താണ് പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, പത്രോസിൻ്റെ ഉറച്ച വിശ്വാസമാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസിനെ ഏൽപ്പിക്കാൻ കാര്യം. അതല്ലാതെ പത്രോസിൻ്റെ സമ്പത്തോ
പത്രോസിൻ്റെ കായിക ബലമൊന്നുമല്ല. തീർച്ചയായിട്ടും എൻ്റെ മുൻകാല പരിചയങ്ങളും അതിലൂടെ ഞാൻ നടത്തിയ ആർജവും അതിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ എക്സ്പീരിയൻസും ആ ഒരു ഉറച്ച എനിക്കുണ്ട് UKKCയെ ഒരു പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിരാശപ്പെടിയേല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ ഉറച്ച വിശ്വാസം തന്നെയാണ്. ഈ അവസരത്തിൽ തോമസ് ചേട്ടൻ്റെ മുൻകാല പ്രസിഡന്റുമാരെ തോമസ് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മത്സരവേദിയിൽ മുൻകാല പ്രസിഡന്റുമാരെ തോമസ് ചേട്ടൻ എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ മുൻകാല കമ്മിറ്റികളെ എങ്ങനെ വിലയിരുത്തുന്നു? മുൻകാല പ്രസിഡന്റുമാരുടെ കമ്മിറ്റികളെ എല്ലാവരെയും തന്നെ എനിക്കറിയാവുന്നതാണ്. ആദ്യകാലം തൊട്ടേ എനിക്കറിയാവുന്നതാണ്. ആദ്യമായിട്ട് ശൂന്യതയിൽ നിന്ന് ആണ് UKKC എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട റെജി മഠത്തിലിട്ട്. രണ്ടാമത് വന്ന സിറിൽ കൈതവേലി ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഇവിടെ UKKC UK-യിലെ ക്നാനായ കുടുംബാംഗങ്ങളെ, ചിന്തിച്ചിതറി കിടന്നിരുന്ന ക്നാനായ കുടുംബാംഗങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിരവധി യൂണിറ്റുകൾ സ്ഥാപിച്ച് UKKCയുടെ ശക്തിക്ക് ആക്കം കൂട്ടിയത്. അടുത്തത് നമ്മുടെ സിറിൽ പടവരക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറൽ ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രോപ്പർ ഒരു സംവിധാനം UKKCക്ക് സംവിധാനം ഉണ്ടാക്കിയെടുത്ത ഒരാൾ. അതുപോലെ തന്നെ നമ്മുടെ ഐൻസ്റ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹവും നിരവധി കർമ്മ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എടുത്തു പറയാം, അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മുടെ UKKCയിൽ ആരംഭിക്കുകയും യുവജനങ്ങളെ കൂടുതൽ മുന്നോട്ട് വരാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഐൻസ്റ്റീൻ വാലേൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ലേവി ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ അനുസരിച്ച് വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമുദായ പ്രവർത്തനത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ലേവി ചേട്ടൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലേവി പടവരക്കൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവരവരുടേതായ രീതികളിൽ വളരെ വലിയ സംഭാവനയാണ് UKKCയുടെ വളർച്ചയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. വീഴ്ചകൾ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മനുഷ്യരാണ്, മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്. വീഴ്ചകൾ പറ്റും, അത് തിരുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അവരുടെ വിജയത്തെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. അതാണ് UKKCയുടെ ശക്തി. തോമസ് ചേട്ടന് വളരെ ആധികാരികമായിട്ടും അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടും എല്ലാം സംസാരിച്ചു. ഈ ഇലക്ഷൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ രംഗത്തുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് ഒരു സമവായം ഉണ്ടാക്കി തോമസ് ചേട്ടന് ഈ ഇലക്ഷൻ ഒഴിവാക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ഇലക്ഷൻ ഒഴിവാക്കിയ ഗ്രൂപ്പായിട്ട് നീങ്ങാനുള്ള ഒരു കർമ്മപരിപാടി ചെയ്യാമായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ ചോദ്യം ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് UK-യിലെ പല ക്നാനായ സമുദായ അംഗങ്ങളെയും ഞാൻ വിളിക്കുകയുണ്ടായി. ഇവരുടെ എല്ലാം പൊതുവായ ഒരു വികാരം തന്നെയാണ് എന്നോട് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം. തീർച്ചയായിട്ടും എനിക്കും അതിനോട് താല്പര്യമുണ്ട്. കാരണം ഇതൊരു രാഷ്ട്രീയ സംഘടനയോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയോ അല്ല, ഇത് നമ്മുടെ സമുദായ സംഘടനയാണ്. ആ ഒരു സാഹോദര്യവും മാനസികമായ ഒരു ഐക്യവും നമ്മളിതിൽ നിലനിർത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അതനുസരിച്ച് മത്സരിക്കാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഫോണിലൂടെയും നേരിട്ടും ഞാൻ ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഒരു ഇലക്ഷനിലേക്ക് പോകാൻ നിർബന്ധിതനാകുകയാണ് ഉണ്ടായത്.
ഈ അവസരത്തിൽ UK യിലുള്ള ജ്ഞാനായ സഹോദരി സഹോദരന്മാരോട് ഈ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ ക്രിസ്മസ് അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, പുതുവത്സരം അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തോമസ് എന്താണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പറ്റിയും UKKC കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളെ പറ്റിയും വളരെ വിശദമായി തന്നെ ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഈ ആശയങ്ങളും സ്വപ്നങ്ങളും എല്ലാം നടപ്പിൽ വരുത്തുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഉണ്ണിയേശുവിൻ്റെ ജനനം ദൈവം ലോകജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ആ ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ UK യിലെ എല്ലാ ക്നാനായ സമുദായാംഗങ്ങൾക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. തോമസ് ചേട്ടൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും നടക്കട്ടെ, അത് പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ക്നാനായ സഹോദരി സഹോദരന്മാർക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായി നേരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപൂർവത്തിൽ അത്യപൂർവമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാൻ ഒരു ശ്രമം ഇവിടെ നടന്നു. അത് ഏവർക്കും സ്വീകാര്യമായി എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി. പ്രിയപ്പെട്ട ക്നാനായ സഹോദരങ്ങളെ, കഴിഞ്ഞ 2 വർഷക്കാലമായി ബ്രിസ്റ്റോൾ ക്നാനായ കത്തോലിക്ക അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച് ബ്രിസ്റ്റോൾ ക്നാനായ കത്തോലിക്ക അസോസിയേഷന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് തൊണ്ണമ്മാവുങ്കൽ ഈ വരുന്ന ജനുവരി 25-ാം തീയതി UKKCയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി നടക്കുന്ന ഇലക്ഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ 2 വർഷം ബ്രിസ്റ്റോൾ ക്നാനായ കത്തോലിക്ക അസോസിയേഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അതോടൊപ്പം സമുദായത്തോടുള്ള നിസ്സീമമായ സ്നേഹവും UKKC എന്ന സംഘടനയ്ക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും. UKKC എന്ന സംഘടനയെക്കുറിച്ച് UK യിലെ ക്നാനായ സഹോദരങ്ങൾക്കുള്ള സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തോമസ് ചേട്ടൻ. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട തോമസ് ചേട്ടനെ UKKCയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ബ്രിസ്റ്റോൾ ക്നാനായ കത്തോലിക്ക അസോസിയേഷന്റെ പേരിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും എല്ലാവിധ മംഗളങ്ങളും നേർന്നുള്ളൂ. UK യിലെ ക്നാനായ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ 10 വർഷക്കാലമായി ബ്രിസ്റ്റോൾ ക്നാനായ കുടുംബാംഗങ്ങളുടെ ബ്രിസ്റ്റോൾ ക്നാനായ കൂട്ടായ്മയുടെ സജീവ സാന്നിധ്യവും ബ്രിസ്റ്റോളിലെ സാമുദായിക സംഘടന പ്രവർത്തനങ്ങളിലെ സജീവ കർമ്മ നിരതനുമായ ശ്രീ തോമസ് ജോസഫ് തൊണ്ണമ്മാവുങ്കൽ ഈ വരുന്ന UKKCയെ പുതിയ ഭാരവാഹിത്വ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിരിക്കും എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുകയാണ്. തൻ്റേതായ പ്രവർത്തനങ്ങളിലും കഠിനാധ്വാനത്തിലൂടെയും ആശയങ്ങളും പ്രവർത്തനങ്ങളും മറ്റുള്ളവരിലേക്ക് ഇറക്കിച്ചെല്ലുവാൻ അതീവ പരിശ്രമം കാണിക്കുന്ന ശ്രീ തോമസ് തൊണ്ണമ്മാവുങ്കലിനെ നമ്മളുടെ UKKCയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാക്കിക്കൊണ്ട് തോമസ് തൊണ്ണമ്മാവുങ്കലിനെ നമ്മളുടെ UKKCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.